ഓക്കെ, നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അംശബന്ധവും അനുപാതവും. ഇതാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ടോപ്പിക്ക് മാത്രമാണ് ഇംഗ്ലീഷ് ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം മലയാളത്തിലാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ വീട്ടില് നമ്മളിപ്പോ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് മാവ് വെള്ളത്തിലിടുമല്ലോ. നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? നമ്മൾ അരിയും ഉഴുന്നും. നിങ്ങൾ എങ്ങനെയായിരിക്കും അരി ഉഴുന്ന് അളവെടുക്കണ്ടാവുക? ചിലർ ഒരു ഗ്ലാസ് അരി എടുത്താൽ അര ഗ്ലാസ് ഉഴുന്ന്, ചിലർ ഒരു ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്ന് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കും. അപ്പൊ ഇത് 3:1 എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ആണോ? അതിനെയാണ് ഓരോരുത്തർക്ക് താല്പര്യം അനുസരിച്ചൊക്കെ ഇരിക്കും. നമ്മൾ ഉഴുന്നധികം വേണ്ടാത്തവർ അങ്ങനെ എടുക്കില്ല. എന്നാലും ഞാൻ പറയണേ, 2 ഗ്ലാസ് അരി എടുക്കുന്നു, 1 ഗ്ലാസ് ഉഴുന്ന് എടുക്കുന്ന ഒരു വ്യക്തി അല്ലേ? ഓക്കെ, അവിടെ 2:1 ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. 2 ഗ്ലാസ് അരി അല്ലെ, 1 ഗ്ലാസ് ഉഴുന്നൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഉഴുന്ന് 1 ഗ്ലാസ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അരിയുടെയും ഉഴുന്നിന്റെയും റേഷ്യോ എത്രയാണ്? അതായത് അതിന്റെ അനുപാതം, അല്ല അതിന്റെ അംശബന്ധം. റേഷ്യോ അംശബന്ധം എത്രയാണ് നമുക്ക് വരാം? 2:1 അല്ലേ? 2:1 അനുപാതത്തിലാണ് അല്ലെ, അല്ലെങ്കിൽ അംശബന്ധത്തിലാണ് നമ്മൾ എന്തെടുത്താണ്? അരിയും ഉഴുന്നും ഇഡലിക്ക് മാവിന് വേണ്ടി എടുത്തത്. ഇത് അരി ഇസ്റ്റ് ഉഴുന്നാട്ടാ. ഞാൻ ചോദിക്കണ്, ഉഴുന്നിന്റെയും അരിയുടെയും അംശബന്ധം എത്രയാണ് ചോദിക്കണ്? ഉഴുന്ന് അരി. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഉഴുന്നിന്റെ അംശബന്ധം ആദ്യം എഴുതണം, 1:2. കണ്ടാ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത്. ഞാൻ പറയണ്, ഒരു വീട്ടില് ഒരു ഒരു അച്ഛന് 100 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചോ. 100 അല്ല, 120 സെന്റ് സ്ഥലം ആയിക്കോട്ടെ അല്ലെ. ആകെ പുള്ളിക്കുള്ളത് 120 സെന്റ് സ്ഥലമാണ്. അപ്പൊ ആൾക്ക് 4 മക്കളുണ്ട്. ആളെന്ത് ചെയ്തു? ആള് വായിക്കാണ് 4:, അല്ലെ 3:, 2:1 ഭാഗിച്ചു. നിങ്ങൾക്ക് തോന്നും വളരെ അൺഈക്വൽ ആണ് അല്ലെ. ഒരു ഭാഗം കിട്ടിയ ആളുടെ സ്ഥലം എവിടെയാണ്? ഹൈവേയുടെ അടുത്താണ് കേട്ടോ. ഹൈവേയുടെ അടുത്താണ്. അതിന്റെ കൂടെ വീടുണ്ട്. 4 പാർട്ട് കിട്ടിയ ആൾക്ക് അത് വിലയില്ലാത്തൊരു സ്ഥലമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 120 സെന്റ് സ്ഥലം ഉണ്ട്. 4:3, 2:1 ആള് വീതിച്ചു 4 മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കണത്, ഈ 4 ഭാഗം കിട്ടിയ വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് എത്ര സെന്റ് കിട്ടിയിട്ടുണ്ടാവും? അതായത് നമ്മൾക്കറിയാം ഇതാകെ എത്ര ഭാഗമുണ്ട്. അതായത് 4+3+2+1 എന്ന് പറഞ്ഞാൽ ആകെ എത്ര ഭാഗമുണ്ട്? 4 3 7, 7 2 9, 9 1 10 ഭാഗമുണ്ട് അല്ലേ? ഓക്കെ, ഉത്തരമൊക്കെ പറഞ്ഞ 48 ഉത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 120 സെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 10 ഭാഗങ്ങളാക്കി മാറ്റാം. അപ്പൊ ഒരു ഭാഗം എത്രയായിരിക്കും? 12. അതായത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 12 സെന്റ് ആണ് അല്ലേ? അപ്പൊ 4 ഭാഗം കിട്ടിയ ആൾക്ക് എത്ര സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ടാവും? 4 × 12 = 48 സെന്റ് കിട്ടിയിട്ടുണ്ടാവില്ലേ? കിട്ടിയിട്ടുണ്ടാവും. 3 പാർട്ട് കിട്ടിയ ആൾക്കോ 3 × 12 ചെയ്യുമ്പോ 36 സെന്റ് കിട്ടി. 2 സെന്റ് കിട്ടിയ ആൾക്കോ 2 എന്താണ് പാർട്ട് കിട്ടിയ ആൾക്ക് 2 × 12 ചെയ്യുമ്പോ 24 കിട്ടി. ഒരു പാർട്ട് കിട്ടിയ ആൾക്ക് 1 × 12 = 12 കിട്ടി അല്ലേ? മനസ്സിലായ? അതായത് 48 കിട്ടി 4 പാർട്ടുകാരന്, 3 പാർട്ടുകാരന് 36 കിട്ടി, 2 പാർട്ട് കിട്ടിയ ആൾക്ക് 24 കിട്ടി, ഒരു പാർട്ട് കിട്ടിയവന് 12 കിട്ടി. എല്ലാം കൂടി കൂട്ടുമ്പോ 120 സെന്റ് ആവണില്ലേ? ആവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ ഈ 4:3, 2:1 അനുപാതത്തില് 120 സെന്റിനെ വീതിച്ചപ്പോ ഓരോരുത്തർക്ക് എത്ര വെച്ച് കിട്ടിയെന്ന് നമ്മൾ കണ്ടു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ വീട്ടില് അമ്മ ഒരു ഒട്ടയപ്പം ഉണ്ടാക്കി അല്ലേ? നിങ്ങൾ 2 മക്കള് അല്ലേ? അമ്മ മുറിച്ചു. ഓക്കെ, എത്ര കഷ്ണുണ്ട്? 1 2 3 4 5 6 7 കഷ്ണുണ്ട് അല്ലേ? 7 കഷ്ണുണ്ട്. ഓക്കെ, ഇത് 3:4 വീതിച്ചു അല്ലേ? 3:4 വീതിച്ചു 2 മക്കൾക്ക് വേണ്ടി. 3 കിട്ടിയ ആൾക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഈ 1 2 3 ഇത്രയും ഭാഗം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ അല്ലേ? അല്ല, ഇവിടെ 8 എണ്ണം ഉണ്ടല്ലേ? 8 എണ്ണം ഉണ്ട്, സോറി 8 എണ്ണം ഉണ്ട് കേട്ടാ. 8 എണ്ണം ഉണ്ട്. 3:4
5 വീതിച്ചു എന്ന് പറയാം. അപ്പൊ ഈ ആദ്യത്തെ 3 അല്ലെ, ആദ്യത്തെ 3 അല്ലെ, ഈ ഇത്രയും ഭാഗമാണ് ഒരു കുട്ടിക്ക് കിട്ടിയത്. ചെറിയ കുട്ടിയായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. കുട്ടിക്ക് അധികം കൂടുതൽ തിന്നാൻ പറ്റില്ല അല്ലെ. 3:5 വിഭജിച്ചു. അപ്പൊ ആൾക്ക് എത്ര കിട്ടി? ഇത്രയും ഭാഗം കിട്ടി, ഇവർക്ക് ഇത്രയും ഭാഗം കിട്ടി. ഇത്രയുള്ള നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷനെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് 8 പീസിന്റെ ഇനിയും അല്ലെ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം അല്ലെ. ഇതിലൂടെ നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഒരു ഹോട്ടൽ പണിക്കാരൻ ദോശ ഉണ്ടാക്കാൻ 100 കിലോഗ്രാം അരിയും 50 കിലോഗ്രാം ഉഴുന്നും എടുത്തു. ഇവിടെ അരിയുടെയും ഉഴുന്നിന്റെയും അംശബന്ധം എത്രയാണ്? അരിയുടെയും ഉഴുന്നിന്റെയും അംശബന്ധം എത്ര? 100 kg അരി, 50 kg ഉഴുന്ന്. ഉത്തരം പറഞ്ഞേ. അലീഷ ബിസ്മിക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ്? നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2:1. അതായത് അരിയുടെയും ഉഴുന്നിന്റെയും അംശം എന്താണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അരി നമുക്കറിയാം 100 kg ഉണ്ട്, ഉഴുന്ന് 50 kg ഉണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇനി ഇത് കട്ട് ചെയ്യാൻ അറിയാത്തവര് ഞാൻ പറയാണ്, രണ്ടിൽ കോമൺ ആയിട്ട് പോണ സംഖ്യ ഏതുണ്ടോ അത് വെച്ച് നമ്മൾ രണ്ടിനും ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ റേഷ്യോനെ ചെറുതാക്കി എടുക്കുക. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് പോണത് 50 അല്ലേ. 100-ൽ 50 2 പ്രാവശ്യം, 50-ൽ 50 1 പ്രാവശ്യം. അങ്ങനെയാണ് നമുക്ക് 2:1 കിട്ടുന്നത്. ഓപ്ഷൻ എയിൽ 1:2 എടുക്കുന്നുണ്ട്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇതാണ്, ഉഴുന്നിന്റെയും അരിയുടെയും അംശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 1:2 കൊടുക്കണം അല്ലെ. ഉഴുന്ന് ഇഷ്ടു അരി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ അവർ പറയും അരിയും ഉഴുന്നും ഇത്രയെന്ന് പറഞ്ഞിട്ട് തന്നിട്ട് നമ്മൾ റേഷ്യോ ചോദിക്കുമ്പോൾ തല തിരിച്ചിട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റി പോകരുത്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനും ഉത്തരം തമ്മിൽ അല്ല എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് തമ്മിൽ ഒരു താരതമ്യം ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തേക്ക് പോട്ടെ. അടുത്ത ഇതാണ് A:B = 2:3. ക്ലാരിറ്റി കുറവുണ്ടോ? A:B = 2:3. B:C = 4:3. എങ്കിൽ A:B:C എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിക്കണേ. ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് A:B:C കണ്ടുപിടിക്കണം അല്ലെ. നമ്മളിവിടെ എഴുതാം A:B:C. ഈ A:B നമ്മൾ അങ്ങനെ തന്നെ എഴുതാം 2, 3. കണ്ട. ഇനി എന്ത് ചെയ്യാ? B:C 4:3 ആണ്. ഈ ബിയുടെ താഴെ എന്ത് ചെയ്യാ? ഈ 4 എഴുതാം. സിയുടെ താഴെ ഈ 3 എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു ചെയ്യാം. അത് 2 × 4 ചെയ്യാം 8. കണ്ട, 2 × 4 8. ഇനി 3 × 4 ചെയ്യാം 12. 3 × 3 ചെയ്യാം 9. 8:12:9. A:B:C = എങ്ങനെയാ? 8:12:9. ക്ലിക്കായോ? ഒന്നുകൂടി പറയണ? ഇനി ഒന്നുകൂടി വരച്ച് കാണിക്കാം. ഒന്നുകൂടി പറയാം. വേറൊരു കളറിൽ നമുക്ക് വരയ്ക്കാം. ആദ്യം എന്താ ചെയ്യണ്ടേ? 2 × 4 ആണ് ഇൻറ്റു ചെയ്യണ്ടേ. അതാണ് നമ്മുടെ എയുടെ റേഷ്യോ പറയണത് അല്ലേ. ഓക്കെ, അതാണ് എയുടെ റേഷ്യോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 3 × 4 ചെയ്യണം. അതാണ് നമ്മുടെ ബിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. സിയുടെ റേഷ്യോ ഏതാണ്? 3 × 3 ചെയ്യുമ്പോൾ 9 വരും. നമുക്ക് 8:12:9. ഇതിന് 3ലും കോമൺ ആയിട്ട് പോണ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ 3നും ഡിവൈഡ് ചെയ്യാം. റേഷ്യോ നമുക്ക് വെട്ടി ചെറുതാക്കിയിടാം. ഓപ്ഷൻ ഉത്തരം ഏതപ്പോ? 8:12:9. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയാം. ഇവിടെ നമുക്ക് വേറൊന്ന് ചെയ്യാം. A:B = 3:4. B:C = 1:2. A:B:C എത്ര? ഒന്ന് ചെയ്തേ. നമ്മൾ എന്ത് ചെയ്യും? A:B:C അല്ലെ. 3, 4, 1, 2 ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 3 ×
3 ഇൻറ്റു 1 നമ്മൾ ചെയ്യും. അപ്പൊ നമുക്കിവിടെ 3 വന്നു. ഉത്തരം വന്നാ? ഉത്തരം നോക്കട്ടെ. ഉത്തരങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3:4:8 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചെയ്യാം. ബാക്കിയുള്ളവർ ചെയ്യാട്ടാ. അടുത്തതില് എന്താണ്? 4 ഇൻറ്റു 1 ചെയ്യാം. അപ്പൊ 4, 3:4:. അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 ഇൻറ്റു 2 ചെയ്യണം, 8. അപ്പൊ എത്ര വന്നു? 3:4:8 എന്ന് വന്നു അല്ലേ? ഉത്തരം കിട്ടി 3:4:8. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ട്, പലവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് നോക്കുന്ന ചോദ്യമാണ്. കുഞ്ഞൊരു ചോദ്യമാണ്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇത്ര ഉള്ളൂ. ഇതിങ്ങനെ എഴുതിയിട്ട് നമുക്ക് അങ്ങോട്ട് പ്രൊപ്പോർഷൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കാണാം. ഇനി ഇതിൽ ചിലപ്പോൾ ചോദിക്കും A:C എത്രയാണെന്ന് ചോദിക്കും. A:C. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ A:C എത്രയാ? 8:9 അല്ലേ? 8:9 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്തേക്ക് പോവാം. 3A = 4B = 9C എങ്കിൽ A:B:C എന്താണ്? അപ്പൊ ഇതിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. അത് അങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം. ഫോർമുല പറഞ്ഞുതരാം, പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യാം. അതായത് ഇങ്ങനെയാണ്. A = B × C ആയിരിക്കും. B = A × C ആയിരിക്കും. C = A × B ആയിരിക്കും. ഇത് ആദ്യം തന്നെ ഒന്ന് എഴുതി വെച്ചേ. ഇതൊന്ന് എഴുതി വെക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഈ കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ. A = B × C, B = A. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നുന്നു, വാട്ട് ഈസ് ABC? A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ കൂടെ ഇവിടെ കിടക്കുന്ന വാല്യൂ, ഇവിടെ എയുടെ വാല്യൂ ഇവിടെ 3 ആണ്. ഇനി നമുക്ക് അതായത് ഏതാണ് എടുക്കേണ്ടത്? ഇപ്പൊ B എന്ന് പറയുമ്പോൾ ബിയുടെ കൂടെയുള്ള 4 എടുക്കണ്ടേ, C എന്ന് പറയുമ്പോൾ സിയുടെ കൂടെയുള്ള 9 എടുക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടാ. അതായത് A = B × C എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 × 9 = 36 അല്ലേ? B എന്ന് പറയുമ്പോൾ എന്താ വരിക? A × C ആണ്. എയുടെ കൂടെയുള്ള വാല്യൂ 3 ആണ്. സിയുടെ കൂടെയുള്ള 9 ആണ്. 9 × 3 27. C = A × B എന്ന് പറയുമ്പോൾ എയുടെ കൂടെയുള്ള വാല്യൂ 3 ആണ്. ബിയുടെ കൂടെയുള്ള വാല്യൂ 4 ആണ്. നമുക്ക് 12 കിട്ടി അല്ലേ? ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം എത്രയാണ്? നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം. ഉത്തരം കിട്ടി കഴിയുമ്പോ എനിക്ക് കിട്ടി തന്നെയാണ് ഓപ്ഷനിലുള്ളതെന്ന്. നമുക്ക് A:B:C എന്ന് പറയുന്നത് നമുക്ക് 36:27:12 കിട്ടും. അപ്പൊ ഇത് ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിൽ കാണാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് വെട്ടിച്ചെറുതാക്കാം അല്ലേ? വെട്ടിച്ചെറുതാക്കുമ്പോ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? 36, 27, 12 കോമൺ ആയിട്ട് പോണത് ഏതുള്ളേ? 3 അല്ലേ ഉള്ളത്. 36 3 എത്ര പ്രാവശ്യം പോവും? 12 പ്രാവശ്യം. 27 3 അല്ലെ? 27 3 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം. 12 3 4 പ്രാവശ്യം പോവും. 12:9:4 എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ, ചെയ്തെത്താത്തൊരു ചെയ്തു പോവാം. 12:9:4 ഉത്തരം. ഇങ്ങനെ ഒരു ഫോർമാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? A:B:C കാണാനായിട്ട് A = B × C, B = A × C, C = A × B അല്ലെ? ഒരെണ്ണം കാണാനായിട്ട് മറ്റേ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു മെത്തേഡാണ്. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. A:B = 5:3, B:C = 7:4 ആയാൽ A:C എത്ര? നിങ്ങൾ തന്നെ ചെയ്തോ, നമുക്ക് തന്നെ ചെയ്യാൻ കിട്ടും. A:B = 5:3, B:C = 7:4 ആയാൽ A:C എത്രയാണ്? പറഞ്ഞോ. ചെയ്തോ? ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് ചെയ്യാട്ടാ. A, B, C എഴുതാ.
A/B 5:3. എയുടെയും ബിയുടെയും സ്ഥാനത്ത് അതിന്റെ നമ്പർ എഴുതാം. B/4 സി എന്ന് പറഞ്ഞാൽ നമുക്ക് 7:4 ആണ്. ആ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, ഉത്തരങ്ങള് മെൽവി, നിഷ, നീഷക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജിസ് റെഡ്ഡിക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിസ്മി എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അർച്ചന. ഓക്കെ, B/C അല്ലെ? 7:4 ആണ്. ബിയുടെ താഴെ നമ്മൾ 7 എഴുതി, സിയുടെ താഴെ നമ്മള് എന്തെഴുതി? 4 എഴുതി അല്ലെ? ഇൻഡു ചെയ്യാം അല്ലെ? ഇൻഡു ചെയ്യാം. എത്ര വന്നു? അപ്പൊ നമ്മൾ ഇൻഡു ചെയ്തു അല്ലെ? ഇവിടെ 5x7 ചെയ്തപ്പോ നമുക്ക് 35 വന്നു. 7x3 ചെയ്തപ്പോ 21 വന്നു. 3x4 ചെയ്തപ്പോ 12 വന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? A/C അല്ലേ? A/C അല്ലേ നമ്മളോട് ചോദിച്ചത്? നോക്കിയേ, നമ്മളോട് ചോദിച്ചത് എന്താന്ന് നോക്കിയേ. A/C ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. നമുക്കത് എഴുതാം. A/C = 35:12. നമ്മുടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് ക്ലിക്ക് ആവാത്തവരുണ്ടാ? ഈ പറഞ്ഞ കാര്യം ക്ലിക്ക് ആവാത്ത ആരെങ്കിലും ഉണ്ടാ? അറിയുന്നവരൊക്കെ ഉത്തരം പറയാനുണ്ട്. ചെയ്തോര് ചിലര് കമന്റ് ചെയ്യാത്തായിരിക്കാം. ക്ലിക്ക് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം കേട്ടാ. കമന്റ് ബോക്സിൽ പറയണം. റേഷ്യൽ പ്രൊപ്പോർഷനിലെ ബേസിക് സിമ്പിൾ സാധനമാണിത്. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായി. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാം. ഇവിടെ നോക്കിയേ, A = 3/5B, B = 1/4C ആയാൽ A/B/C എത്രയാണ്? അല്ലേ? ഓക്കെ, A = 3/5B, B = 1/4C ആയാൽ A/B/C എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനും ബിനും ഒരു ഭാഗത്തേക്ക് ആക്കാൻ പറ്റും. 3/5 ഇൻറ്റു ബി എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഇൻറ്റു ബി ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും? A/B ആവും. അതായത് A/B = 3/5 ആവും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? A/B = 3:5 എന്ന് എഴുതാം. മനസ്സിലായോ? നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതാ ഇങ്ങനെ എഴുതി വെക്കാം. ഒന്നാമത്തെ കാര്യം റെഡി. നമുക്ക് A/B കിട്ടി. അടുത്തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? B = 1/4C എങ്ങനെ എഴുതാം? B/C = 1/4 അല്ലെ? ഇവിടെ ശ്രദ്ധിക്കുക, ഇൻറ്റു സി നമ്മുടെ സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ ആവും കേട്ടാ. ഇത് നേരത്തെ ക്ലാസ്സിലുള്ളവർക്ക് അറിയാം, പുതിയ ആൾക്കാർ അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? B/C = 1:4 എന്നും കിട്ടി. B/C എന്ന് കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി അങ്ങോട്ട് ചെയ്തോ. A/B യും B/C ആയില്ലേ? നമുക്ക് A/B/C അങ്ങോട്ട് എഴുതിക്കോ. 3, 5, 1, 4. ഉത്തരം വരട്ടെ. ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം ബി വന്നു കേട്ടോ. കുറെ പേര് ഉത്തരം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തായി? നമുക്ക് 3x1 3, 5x1 5, 5x4 20, 3:5:20. ഓപ്ഷൻ ബി നമുക്ക് ഉത്തരം വന്നു അല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഇല്ല. ഓക്കെ, കിട്ടിയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ചെയ്താണെന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോവാം അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സിന്റെ 30% വൈയുടെ 40%-ത്തിന് തുല്യമായാൽ X/Y എത്ര? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാം ആദ്യം. ക്വസ്റ്റ്യൻ എന്താണ്? എക്സിന്റെ 30% എന്ന് വെച്ചാൽ X×30/100. അതെന്തിനോട് തുല്യമാണ്? വൈയുടെ
40% എന്ന് പറയുമ്പോൾ y ഇൻറ്റു 40/100 തുല്യമാണ്. അങ്ങനെയെങ്കിൽ x/y എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം, അല്ലേ? എന്തു ചെയ്യാം? നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ y നെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. നിങ്ങളൊന്ന് ആലോചിക്ക്, ചോദ്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറയാം. നമുക്ക് y നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അല്ലെ? ഇൻറ്റു y ഇപ്പുറത്ത് വരുമ്പോ ഡിവൈഡഡ് ബൈ y ആവും, അല്ലെ? x/y അല്ലെ ഇൻറ്റു 30/100 ഈക്വൽ ടു 40/100 ആണ് വരാ. നമുക്ക് എന്ത് ചെയ്യാം? x/y നെ ഇവിടെ നിർത്തിയിട്ട് ഈ 30/100 അങ്ങോട്ട് കൊണ്ടുപോകൂടെ? അപ്പൊ അത് എന്തായിട്ട് മാറും? റെസിപ്രോക്കലാവും, അല്ലെ? തല തിരിച്ചിടേണ്ടി വരും. 100/30. ഇവിടെ നമുക്ക് 100 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ 0 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്തായി? x/y ഈക്വൽ ടു 4/3. x/y ഈക്വൽ ടു 4:3. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരാം. ഓപ്ഷൻ എ ഉത്തരം വന്നത്. നമുക്ക് ഈ സമചലനത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കൊണ്ടുപോകുന്ന കാര്യത്തില് കൺഫ്യൂഷൻ ഉള്ളവർക്കാണ് ബുദ്ധിമുട്ട് വരാം, അല്ലേ? x/y ആണ്, y/x അല്ല, അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ തിരിച്ച് y/x എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിട്ട് മാറും? ഓപ്ഷൻ ബി ആയിട്ട് മാറും, കേട്ടാ? ക്ലിയർ ആയോ? ഇത് നമ്മൾ y-നെ പുറത്തേക്ക് കൊണ്ടുവന്നു, നമ്പറുകളെല്ലാം ഒരു സൈഡിലേക്ക് ആക്കി, എക്സിനും വൈനും ഒരു സൈഡിലോട്ട് ആക്കി. ഇത്രയും ചെയ്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തേക്ക് പോവാൻ തോന്നുന്നു. 4, 8, x ഇവ അനുപാതത്തിലായാൽ എക്സിന്റെ വില എത്ര? ഇവിടെ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. 3-ാം അനുപാതം സമം 2-ാം പദം സ്ക്വയർ ബൈ ആദ്യ പദം. അതായത് നമുക്ക് നമ്മളോട് ചോദിച്ചത് തേർഡ് റേഷ്യോ ആണിത്. തേർഡ് റേഷ്യോ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ 2-ാമത്തെ റേഷ്യോന്റെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ ഫസ്റ്റ് റേഷ്യോ. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? 3-ാം അനുപാതം, അല്ലെ? അതായത് x ആണ് നമുക്ക് കാണേണ്ടത്. x സമം നമുക്ക് എന്ത് പറയാം? 2-ാം പദം എന്ന് പറയുന്നത് 8 ആണ്. അതായത് 8² / 4 എന്ന് പറയുമ്പോ 64/4 വരും. 64/4 എത്രയാ? അനീഷ, ഓപ്ഷൻ സി 64/4 എന്ന് പറഞ്ഞാൽ 16 നമുക്ക് ഉത്തരം വരാം. ഓക്കെ, കിട്ടിയ? ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇതാണ് നമ്മുടെ 1-ാം അനുപാതം, ഇതാണ് 2-ാം അനുപാതം, ഇതാണ് 3-ാം അനുപാതം. കണ്ടാ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. 8² / 4 ചെയ്തപ്പോ നമുക്ക് 64/4 സമം 16 കിട്ടി. ഒന്നുകൂടെ പറയാം. അതായത് നമുക്കിതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. നമ്മളോട് ചോദിച്ചത് 3-ാം അനുപാതം, അല്ലെ? 4 എന്ന് പറയുന്നത് 1-ാം അനുപാതം, 8 എന്ന് പറയുന്നത് 2-ാം അനുപാതം, x എന്ന് പറയുന്നത് 3-ാമത്തെ അനുപാതമാണ്. എക്സിന്റെ വില ചോദിക്കുന്നുണ്ട്. നമ്മുടെ 3-ാം അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ാം പദം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആദ്യ പദം. കണ്ടില്ലേ? ഇവിടെ നമ്മുടെ ഈ ഒരു സാധനം ഇവിടെ ഫോർമുല കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ആ ഫോർമുലയ്ക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ 2-ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് റേഷ്യോ എന്ന് പറയുന്നത് 8 ആണ്. നമ്മൾ ഇത് എന്ത് ചെയ്തു? 8² ഡിവൈഡഡ് ബൈ ആദ്യ പദം, അല്ലെ? ആദ്യ പദം എന്ന് പറയുന്നത് ഏതാ? 4 ആണ്, ഫസ്റ്റ് റേഷ്യോ. അത് ചെയ്തു. 8 × 64, 64 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ നമുക്ക് 16 ഉത്തരം കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ അടുത്തേക്ക് പോവാം, അല്ലെ? അടുത്ത ഇതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. 3, 6, 9 എന്നീ സംഖ്യകളുടെ 4-ാം അനുപാതം എന്ത്? അപ്പൊ 4-ാം അനുപാതം കാണാനായിട്ടുള്ള ഇവിടെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. 4-ാം അനുപാതം എത്രയാണ്? 2-ാം പദം ഇൻറ്റു 3-ാം പദം ഡിവൈഡഡ് ബൈ
ആദ്യ പദം എന്താ, രണ്ടാം പദം ഇൻറ്റു മൂന്നാം പദം ഡിവൈഡഡ് ബൈ ആദ്യ പദം. ഇതാണ് ഒന്നാമത്തെ റേഷ്യോ, രണ്ടാമത്തെ റേഷ്യോ, മൂന്നാമത്തെ റേഷ്യോ. ഇതിന് നാലാമത്തെ കാണണം. അപ്പൊ നാലാം അനുപാതം ഈക്വൽ ടു എന്താണ്, സെക്കൻഡ് ഇൻറ്റു തേർഡ് ബൈ ഫസ്റ്റ് ആണ് പറഞ്ഞത് അല്ലേ. രണ്ടാമത്തെ ഏതാണ്, 6. 6 ഇൻറ്റു 9 ബൈ 3 വരും. ഉത്തരം പറഞ്ഞു, ഉത്തരം ഈശ പറഞ്ഞിട്ട് ബി അല്ല. ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. 7 3 6 2 18 18. ഓപ്ഷൻ ബി നമുക്ക് ഉത്തരം വരും. ഓക്കെ, ഇതാണ് നമുക്ക് നാലാം അനുപാതത്തിന്റെ ക്വസ്റ്റ്യൻ വരണത്. ഞാൻ നിങ്ങളോട് ഇതിൽ നിന്ന് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ക്വസ്റ്റ്യനിൽ 3ഉം 6ഉം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോർമുല വെച്ചിട്ട് ഇതിന്റെ മൂന്നാം പദം കണ്ടേൻ. കാര്യം മൂന്നാം പദം ഇതിൽ കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഫോർമുല വെച്ച് ചെയ്തേൻ. നമ്മൾ നേരത്തെ മൂന്നാം പദം കാണാനുള്ള ഫോർമുല എന്താ ചെയ്തേ, മൂന്നാം അനുപാതം കാണാനായിട്ട് രണ്ടാം പദം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആദ്യ പദം. അപ്പൊ 6² ബൈ 3 ചെയ്യണമെങ്കിൽ 36/3 ചെയ്യണമെങ്കിൽ എത്ര വരും, തെറ്റിയ. രണ്ടാം പദം സ്ക്വയർ ബൈ ആദ്യ പദം അല്ലെ, രണ്ടാം പദം സ്ക്വയർ ബൈ ആദ്യ പദം. ഓക്കെ, ഓക്കെ. എനിക്ക് 12 വരാം അല്ലെ, ഈ ഫോർമുലയിലേക്ക് അത്. ഓക്കെ, 12 വരും. യെസ്. അപ്പൊ ഇത് കിട്ടിയ നാലാം പദത്തിന്റെ ഫോർമുല, നാലാം പദത്തിന്റെ ഫോർമുലയ്ക്ക് കിട്ടിയില്ല. നാലാം പദത്തിന്റെ ഫോർമുലയിലേക്ക് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടാ. 45 20 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം, അതായത് മീഡിയൻ റേഷ്യോ ചോദിക്കണേ. മധ്യാനുപാതം കണ്ട, മധ്യാനുപാതം എന്ന് വെച്ചാൽ എന്താ, എ ബി എന്ന് പറയുന്ന സംഖ്യകളാണ് രണ്ട് സംഖ്യ എന്നുണ്ടെങ്കിൽ മധ്യാനുപാതം എങ്ങനെയായിരിക്കും, റൂട്ട് എ ബി ആയിരിക്കും. അപ്പൊ സംഖ്യകൾ 45ഉം 20ഉമാണ്. കണ്ട, 45 20 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്താണ് ചോദിക്കുന്നത്. അപ്പൊ അത് കാണാനുള്ള ഫോർമുല സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ റൂട്ട് എ ബി ആണ്. ഓക്കെ, നമുക്ക് എന്ത് കാണാം, ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞു അല്ലെ. അനീഷ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്ത് ചെയ്താൽ മതി, റൂട്ട് 45 ഇൻറ്റു 20 ചെയ്യാം. 45 ഇൻറ്റു 20 എത്രയാ വരാ, 45 2 എത്രയാ, 90 ഒരു 0 കൂടി ഇട്ടാൽ മതി. 900, റൂട്ട് 900. 900ന്റെ സ്ക്വയർ റൂട്ട് ഏതാ വരാ, 30 വരാ അല്ലെ. 30 സ്ക്വയർ അല്ലേ 900. മധ്യാനുപാതം അപ്പൊ എന്താ, 30 നമ്മുടെ മധ്യാനുപാതം. ഓക്കെ, കിട്ടിയ ആ ഫോർമുലയ്ക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. എല്ലാരും കിട്ടിയാ, ചെയ്ത് കിട്ടിയവരൊക്കെ കമന്റ് ചെയ്തോ, കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാ. എന്താ നമ്മൾ റൂട്ട് എ ബിനെ നമ്മളൊന്ന് ചെയ്തു അല്ലെ. 45ന്റെ 2 ഇട്ടിട്ട് 45ന്റെ 20 ഇട്ട് 1 ഇൻറ്റു ചെയ്തു, സ്ക്വയർ റൂട്ട് കണ്ടു, അത്രേ ചെയ്തുള്ളൂ. ഓക്കെ, മെൽവി ശ്രീവിദ്യ 30 കിട്ടിയിട്ടുണ്ട്. സിമി കിട്ടിയെന്ന് വിചാരിക്കണം. ഇതിൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. അടുത്തേക്ക് പോട്ടെ, ഞാൻ അടുത്തേക്ക് പോവാം. എന്താ, 2 പേര് കൂടി 60 രൂപയെ 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും. 60 രൂപ 2:3 എന്ന് പറഞ്ഞ അംശബന്ധത്തിൽ ഭാഗിച്ചു ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും. അത് നിങ്ങളൊന്ന് തന്നെ ചെയ്തേ, തന്നെ ചെയ്യും.
ഉത്തരം വന്നൂടെ? നിഷാത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. ഇനി ഉത്തരം വരട്ടെ. യെസ്, മനീഷ ശ്രീവിദ്യ. ഉത്തരം വരുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ് 24:36. എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താം? 60 രൂപേനെ 2:3 വിഭജിച്ചു. 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ 2+3 ചെയ്യുമ്പോൾ നമുക്ക് 5 വരാം അല്ലെ? അതായത് 5 യൂണിറ്റ് ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് 60-ആകെ 5 യൂണിറ്റ് ആക്കി തിരിച്ചാൽ 60/5 12 അല്ലേ? അതായത് 15×5 അല്ലേ? അതായത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 യൂണിറ്റ് ഈക്വൽ ടു 12 വരും. അപ്പൊ 2:3 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 × 12 = 24 കിട്ടും. ഇനി 3 യൂണിറ്റ് എന്ന് പറഞ്ഞാലോ? 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 3 × 12 = 36 കിട്ടി. അപ്പൊ 24-ഉം 36-ഉം കിട്ടിയല്ലോ. ഇങ്ങനെ ചെയ്യാം. ഇനി ചിലരെങ്ങനെ ചെയ്തിട്ടുണ്ടാവും? 60 × 2 എന്ത് ചെയ്യണം? 2+3 കൂടെ ഈ 5 ഇവിടെ എഴുതാം അല്ലെ? 2/5 ചെയ്തു. ഇവിടെ 15×5 60, 12 × 2 24 കിട്ടി. അടുത്ത നമ്പർ കിട്ടാൻ 60 ന്ന് 24 കുറച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി ചെയ്യണമെങ്കിൽ 60 × 3/5, വീണ്ടും ഇവിടെ 15×5 60, 12 × 3 36. അപ്പോഴും നമുക്ക് 24-ഉം 36-ഉം കിട്ടി. ഇത് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 120 സെന്റ് സ്ഥലം ഭാഗിച്ചു കൊടുത്ത കാര്യം? അപ്പൊ നമ്മൾ ചെയ്തില്ലേ? അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഓക്കെ, ചെയ്യാത്തവർ ചെയ്തു കഴിഞ്ഞാ? ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആണോ? ഈസലൊക്കെ കിട്ടിയ? ഈസലെ, അലീന, ബാബു ക്ലാസ്സില് ഒന്നും പറയാത്ത ആൾക്കാരാണ്. ഡെൻസി, ആൽബർട്ട്, നിങ്ങൾക്ക് അവിടെ ഉണ്ടോന്ന് അറിയാൻ പേര് വിളിക്കണമെന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പോകരുതേ. രേവതി, റിസ്ന, ഉത്തരം കിട്ടുകയാണെങ്കിൽ കമന്റ് ചെയ്യാട്ടാ. നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്ക് കമന്റ് ചെയ്യാം. നിങ്ങളുടെ പേരൊക്കെ കാണട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. യെസ്, ഡെൻസി. ഓക്കെ, താങ്ക് യു. അടുത്തത് നോക്കാം. x/y = 3:5 അല്ലെ? x/y = 3:5. പിന്നെ എന്താണ്? 4:x = 2:9. അങ്ങനെയാണെങ്കിൽ y-യുടെ വില എത്രയാണ് നമ്മുടെ ചോദ്യം അല്ലെ? അങ്ങനെയാണെങ്കിൽ y-യുടെ വില എന്താണ്? x/y = 3:5 ആണ് അല്ലെ? 4:x = 2:9 ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ എങ്ങനെ ഇതിനെ നമുക്ക് എന്ത് ഫോർമാറ്റിൽ എഴുതാം? x/y ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ? വായിച്ച് മനസ്സിലാക്കിയ? x/y = 3/5 എന്ന് എഴുതാം നമുക്ക് അല്ലെ? ഓക്കെ, അതുപോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4:x = 2:9 എങ്ങനെ എഴുതാം? 4/x = 2/9 എന്ന് എഴുതാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് വരും? 9 × 4 36 2 × x എന്ത് വരും? 2x വരും. x എന്ത് വരും? 36/2 ചെയ്യുമ്പോൾ നമുക്ക് 18 വരും. ഈ 18 എവിടെ കൊണ്ട് കൊടുക്കാം? നമ്മുടെ x-ന് ഇട്ട് കൊടുക്കാം അല്ലെ? ഈ 18 നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട്. ഈ 18 നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? ഈ 18 നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ x-ൽ ഇട്ട് കൊടുക്കും. ഇതിലിട്ട് കൊടുക്കും ട്ടാ. ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, ഓക്കെ. ഇത് നമ്മുടെ 1 ആണ്. ഇത് നമ്മുടെ 2 ആണെങ്കിൽ ഈ 2 കൊണ്ടുപോയിട്ട് 1-ൽ കൊണ്ടിടും. അപ്പൊ 18/y =
3/5 ആണെങ്കിൽ 18 × 5 സമം 3y ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? ഓക്കെ, വൈയുടെ വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. y = എന്ത് വരും? 18 × 5/3 അല്ലേ? 6 കെട്ടിപ്പോവും. 6 × 5 30 നമുക്ക് ഉത്തരം വരും. ക്ലിയർ ആണോ? ഉത്തരം വന്നു അല്ലേ? ഓപ്ഷൻ ബി 30 ഉത്തരം വരും. ഈ എക്സിന്റെ വാല്യൂ നമ്മൾ നേരെ എന്ത് ചെയ്തു? x/y = 3/5 ഇട്ട് കൊടുത്തു. കാൽക്കുലേഷൻ ഡൗട്ട് ഉള്ളവരുണ്ടാ? പിന്നെ ചെയ്ത് കാണിക്കണമെങ്കിൽ, ആരെങ്കിലും ചെയ്ത് കാണിക്കണമെങ്കിൽ ചോദിക്കുക. ഓക്കെ, ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ അടുത്തേക്ക് പോവാം. ബൈജു, ബാലൻ, ബഷീർ എന്നിവർ, ബൈജു, ബാലൻ, ബഷീർ കേട്ടാ, അവരുടെ കൂട്ടുകച്ചവടത്തിലെ ലാഭം പങ്കുവെച്ചത് 1:2:3 എന്ന അംശബന്ധത്തിലാണ്. ഇവിടെ ബൈജു, ബാലൻ, ബഷീർ അല്ലേ? അവരെങ്ങനെയാണ്? 1:2:3 എന്നുള്ള അംശബന്ധത്തില് അവരുടെ ലാഭം അവര് പങ്കുവെച്ചു. ബഷീറിന് 1260 രൂപയാണ് ലാഭമായിട്ട് കിട്ടിയത്. ബഷീറിന് കിട്ടിയത് എത്രയാ? 1260 രൂപ. അങ്ങനെയെങ്കിൽ ബാലന് കിട്ടിയ ലാഭം എത്ര? അതായത് നമുക്ക് ബാലന്റെ ഭാഗം കണ്ടുപിടിക്കണം. ബാലന്റെ ഭാഗം കണ്ടുപിടിക്കണം. എങ്ങനെ ബാലന്റെ ഭാഗം കണ്ടുപിടിക്കാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഞാൻ പറയാം. ബിസ്മി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മെൽവി ഉത്തരം തെറ്റിച്ചിട്ടുണ്ട്. അനീഷ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ എ 840 ആണ് നമ്മുടെ ഉത്തരം പറയണത്. നമുക്ക് ബഷീറിന് 1260 രൂപയാന്ന് പറഞ്ഞു. അത് എത്ര യൂണിറ്റാ വരണേ? ഓക്കെ, മെൽവി കറക്റ്റ് ആക്കി പറഞ്ഞിട്ടുണ്ട്. അത് എത്ര യൂണിറ്റ് ആണ്? അതായത് 3 യൂണിറ്റ് സമം 1260 ആണ് അല്ലെ ബഷീറിന്റെ. ഇതിൽ നിന്ന് നമുക്ക് 1 യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 1260/3 വരും. 1260/3 ഹരിക്കുക കണ്ടാ, അപ്പൊ എത്ര വരും? 420 വരും. ഓക്കെ, 420 വരും. 1 യൂണിറ്റ് 420 കണ്ടു. നമുക്ക് കാണേണ്ടത് ആരുടെയാ? നമുക്ക് കാണേണ്ടത് ബാലന്റെ അല്ലേ? ബാലന്റെ എത്ര ഭാഗ? 2 ഭാഗമാണ്. അപ്പൊ ബാലന്റെ 2 ഭാഗമാണ്. 1 യൂണിറ്റ് 420 ആണെങ്കിൽ 2 × 420 സമം ബാലേട്ടന് എത്ര കിട്ടി? ബാലേട്ടന് 840 രൂപ ലാഭം കിട്ടി. അപ്പൊ നമ്മുടെ ബൈജേട്ടന് എത്ര കിട്ടിയിട്ടുണ്ടാവും? 420 കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി അവർക്ക് ആകെ എത്ര ലാഭം ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഈ പറഞ്ഞ 420ഉം 840ഉം ഒക്കെ പാടെ 1260 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ചെയ്തു വാ ചെയ്യാത്തവര്. ഈ 1260/3 ചിലപ്പോ ചെയ്തുകൊണ്ടിരിക്കണോ ചിലര്? ഹരിച്ച് സൈഡിലിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇല്ലേ, ഇങ്ങനത്തെ ഹരണമൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മളിങ്ങനെ കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടാ. ഇങ്ങനെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും തമ്മിലേ. അതിപ്പോ പല കുട്ടികൾക്ക് അറിയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. പണ്ടത്തെ ആൾക്കാർക്ക് പിന്നെ അറിയാം. എനിക്ക് തോന്നുന്നു 90 കിഡ്സിന് അറിയാം അല്ലേ? പിന്നെ ഉള്ള ഇപ്പൊ 2K കിഡ്സിന് അറിയില്ല അങ്ങനെ കട്ട് ഷോർട്ട് ചെയ്യാനൊന്നും കാര്യമായിട്ട്. നിങ്ങൾ ക്ലാസ്സുകളിൽ കാണുന്ന നോക്കുമ്പോ അവർക്ക് അങ്ങനെ വളരെ പുറകിലാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോവാം. 2 സംഖ്യകളുടെ തുക 50,
വ്യത്യാസം 5 ആയ ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? രണ്ട് സംഖ്യകളുടെ തുക 50. സംഖ്യ നമുക്കറിയില്ല. എക്സ് പ്ലസ് വൈ സമം 50 അല്ലെ? വ്യത്യാസം എക്സ് മൈനസ് വൈ സമം 5 ആയാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? അതായത് നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം. എക്സും വൈയും ഈ ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഈ പോളിനോമിയലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാം. അറിയുന്നവർ ചെയ്തോ, എന്നാലും ഞാൻ പറഞ്ഞു പോവാം. നമ്മളിവിടെ ചെയ്തില്ലേ എക്സ് പ്ലസ് വൈ. നമുക്കൊരു ഫോർമുല കിട്ടി അല്ലേ? എന്താ കിട്ടിയേ? എക്സ് പ്ലസ് വൈ സമം 50, എക്സ് മൈനസ് വൈ സമം 5. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഇതാണ്. ഇതിലൊരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് തമ്മിൽ കൂട്ടാം. എക്സും എക്സും കൂടി കൂട്ടുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അറിയാത്തൊരു ശ്രദ്ധിക്കുക. എക്സും എക്സും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2x കിട്ടും. പ്ലസ് വൈയും മൈനസ് വൈയും തമ്മിൽ ക്യാൻസൽ ആയി പോകും. കൂട്ടാൻ പറ്റില്ലല്ലോ. 50ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 55 കിട്ടും. ക്ലിയർ ആണോ? 2x ഈക്വൽ ടു 55. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 55/2 വരും. ഓക്കെ, നമ്മുടെ ഫോർമുല 1ഉം പോയി. ഇത് നമ്മുടെ ഫോർമുല 1ഉം ഇത് നമ്മുടെ ഫോർമുല 2 ആന്ന് വിചാരിച്ചോ അല്ലെ? നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുലക്ക് ഇട്ട് കൊടുക്കാം എക്സിന്റെ വാല്യൂ. നമുക്ക് വേണമെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50ലേക്ക് ഇട്ട് കൊടുക്കാം. എക്സിന്റെ വാല്യൂ എത്രയാ? 55/2 പ്ലസ് വൈ സമം 50 ഇട്ട് കൊടുത്തു നമ്മള്. ഓക്കെ, അപ്പൊ വൈ ഈക്വൽ ടു എന്ത് വരും? വൈ ഈക്വൽ ടു 50 മൈനസ് 55/2. ഇതിനെ സോൾവ് ചെയ്യാം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 50 × 2 സമം 100. 100 മൈനസ് 55 ഡിവൈഡഡ് ബൈ 2. 100 മൈനസ് 55 എത്രയാ വരണേ? 100 മൈനസ് 55 എന്ന് പറയുമ്പോ 45 വരും. 45/2 വരും. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? നമുക്കിവിടെ രണ്ട് സാധനം കിട്ടിയേ. എക്സ് ഈസ് ഈക്വൽ ടു 55/2. ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു 45/2 നമുക്ക് രണ്ട് സാധനം കിട്ടി അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഇസ് ടു വൈ കണ്ടുപിടിക്കണം അല്ലെ? എക്സ് ഇസ് ടു വൈ കണ്ടുപിടിക്കണം. അതായത് എക്സ് ഇസ് ടു ഇവിടെ ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നോക്കാം. എക്സ് ഇസ് ടു വൈയിലേക്ക് എങ്ങനെ എത്താന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കാം. ഇതാ എക്സ് ഇസ് ടു വൈ ഈക്വൽ ടു 55/2 45/2 വരാം. ആൻസറിലേക്ക് എത്തിയ ആൾക്കാർ ഇവിടെ ഉണ്ടാവാം. ഇത് നമുക്കിനി എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കിത് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഞാൻ പറയാം. ഇതിൽ നമ്മൾ എക്സ് ഈക്വൽ ടു എന്താണ്? 55/2 ആണ് അല്ലെ? എക്സ് സമം 55/2 ആണ്. അപ്പൊ 2x സമം എന്തായിരിക്കും? 2x സമം 55. ഓക്കെ അല്ലേ? 2x സമം 55. ഇനി ഇവിടെ നിങ്ങൾ നോക്ക, y സമം എത്ര വരണേ? 45/2. 2y ഈക്വൽ ടു 45 അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആയാ? 2y സമം 45. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? 2x/2y എന്ന് എഴുതാം. ഇത്രയും മനക്കണക്കിൽ ചെയ്ത ആൾക്കാരുണ്ടാവാം, നേരത്തെ മാത്സ് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ. എന്നാലും ഞാൻ പറയണമെന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം, അല്ലാത്തവർക്ക് വേണ്ടി പറയാണ്. നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യാം? 2x/2y ഈക്വൽ ടു 55/45 ചെയ്യാം. 2ഉം 2ഉം വെട്ടിപ്പോയി. ഇപ്പൊ നമുക്ക് ഫൈനലി എന്ത് കിട്ടി? x/y സമം 55/45 അല്ലേ? ഇത് തമ്മിൽ കട്ട് ചെയ്തേ. 55-ൽ 5 11 പ്രാവശ്യം, 45-ൽ 5 9 പ്രാവശ്യം, 11/9 കിട്ടി. അതായത് എക്സ് ഇസ് ടു വൈ സമം എത്ര കിട്ടിയേ? 11:9 നമുക്ക് ഉത്തരം കിട്ടും. കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടി പറയണ? കുറച്ച് സ്ഥലപരിമിതി ഉണ്ടാവും ചെയ്യാൻ അല്ലെ? ഒന്നും കൂടെ പറയണ. അതായത് എക്സും വൈയും കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലായി, പക്ഷെ അത്
കട്ടാക്കിയിട്ട് എടുത്തത് മനസ്സിലായില്ല, അല്ലെങ്കിൽ റെഡിൽ എഴുതിയ ഭാഗം മനസ്സിലായില്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കൈ പൊക്കുക, അല്ലേ, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. വീണ്ടും നമ്മൾ പറയുന്നതാണ്. ഇതൊക്കെ ക്ലിയറായി? മറ്റുള്ളത് ക്ലിയർ ആയോ? അത് പുകയായിട്ട് മാറിയ ആരെങ്കിലും ഉണ്ടോ? നമ്മളൊന്നില്ല എക്സിസിക്കളുടെ 55/2 അല്ലേ? ഇവിടെ നോക്കി ഒന്ന് പറയാട്ടാ, ഇനി ഒന്നുകൂടെ പറയണം. ഞാൻ പറയാം. അതായത് ഇവിടെ ഞാനിതൊന്ന് മാച്ചിട്ട് ഒന്നുകൂടി എഴുതി കാണിക്കാം കേട്ടാ. സാധനം ഒന്ന് മാച്ചിട്ട് ഒന്നുകൂടി പറയാം. എക്സും വൈയും കിട്ടിയത് മനസ്സിലായെന്നാ വിചാരിക്കണം. അത് പറയണോ വീണ്ടും? എക്സിലേക്കും വൈയിലേക്കും എത്തിയതിനെ കുറിച്ച് പറയണോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ. ഇവിടെ നമുക്ക് ഇവിടെ y ഈസിക്കലിന്റെ 50 - 55/2 വന്നത് അല്ലേ? ഇതെങ്ങനെയാ വന്നത്? നമ്മളിവിടെ 100 - 55 ÷ 2 y സമം എത്ര വന്നു? 45/2 വന്നു അല്ലേ? അപ്പൊ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. അത് വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സാധനങ്ങളെ കിട്ടിയിട്ടുള്ളേ. അതായത് x ഈസ് ഈക്വൽ ടു 55/2 y ഈസ് ഈക്വൽ ടു 45/2 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ x ഈസ് ഈക്വൽ ടു 55/2 നമുക്ക് എങ്ങനെ എഴുതാം? 2x സമം 55 എഴുതാം. ഓക്കെ, 2x സമം 55 എഴുതാം. അതേസമയം നമ്മൾ ഇതിനെ തിരിച്ചൊന്ന് എഴുതണതാണ് കേട്ടാ. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2y സമം 45 എഴുതാം അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ കാണണമല്ലോ, ഈ എക്സിന്റെയും വൈന്റെയും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതി? 2x/2y സമം 55/45 എഴുതി. 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി. ഇവിടെ നമ്മൾ 5 വെച്ച് രണ്ടിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 55-ല് 5 11 പ്രാവശ്യം, 45-ല് 5 9 പ്രാവശ്യം. x/y സമം 11/9 ചെയ്തു. ഓക്കെ, ഇപ്പൊ മനസ്സിലായ? കിട്ടിയോ? ഓക്കെ, എനിക്ക് കുറച്ചു പേർക്ക് മനസ്സിലായി. ഒരു 10-15 ആൾക്ക് മനസ്സിലായിണ്ടാവുന്ന അറിയാം. ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലായോ ഇല്ലെന്നൊന്നും അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. യെസ്, നമുക്കിനി അടുത്തേക്ക് പോവാം. രണ്ട് സംഖ്യകള് 4:5 അംശബന്ധത്തിലാണ്. അവയുടെ ലസാഗു 140 ആയാൽ വലിയ സംഖ്യ ഏത്? ലസാഗു നമ്മുടെ LCM 140 ആയാൽ വലിയ സംഖ്യ ഏത്? ഫോർമുലയുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ വലിയ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ലസാഗു ബൈ ചെറിയ അംശബന്ധം. ചെറിയ സംഖ്യ കാണണമെങ്കിൽ ലസാഗു ബൈ വലിയ റേഷ്യോ കാണണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് സംഖ്യകൾ തമ്മിൽ 4:5 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. LCM എന്ന് പറയുന്നത് 140 ആണ്. നമുക്ക് കാണേണ്ടത് വലിയ സംഖ്യയാണ്. വലിയ സംഖ്യ കാണണമെങ്കിൽ LCM അല്ലെങ്കിൽ ലസാഗു ഡിവൈഡഡ് ബൈ ചെറിയ അംശബന്ധമാണ് അല്ലെ? LCM എത്രയാണ്? 140 ആണ്. തന്നിരിക്കുന്ന അംശബന്ധം 4:5 ആണ്. അതിൽ ചെറിയ അംശബന്ധം എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് 140/4 ചെയ്യുമ്പോൾ നമുക്ക് 35 ഉത്തരം വരും. ഓപ്ഷൻ എ അല്ലെ? അനീഷയും ശ്രീവിദ്യക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫോർമുല നോക്കി ഒന്ന് ചെയ്തെത്താതൊരു ചെയ്തേൻ. ഓക്കെ അലീന. എല്ലാവരും ചെയ്താ? 140/4 ഹരിച്ചു കഴിഞ്ഞ ഗുണനപ്പട്ടിക പഠിക്കുക. അത് ബാക്കായിട്ടുള്ള ആൾക്കാർ നമ്പറുകൾ പെട്ടെന്ന് കട്ട് ഷോർട്ട് ചെയ്യാൻ പഠിക്കുക.
പ്രാക്ടീസ് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. അതൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ മാത്സിലെ വലിയ കടമ്പകൾ കഴിഞ്ഞു. അടുത്ത സംഭവം എന്താ? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 5:6. അവയുടെ ഉസ്സാക അതായത് HCF എന്ന് പറയുന്നത് 8 ആയാൽ വലിയ സംഖ്യ ഏത്? ഇവിടെ വലിയ സംഖ്യ കാണാൻ ഫോർമുലയുണ്ട്. ഉസ്സാക ഇൻറ്റു വലിയ റേഷ്യോ, അതായത് HCF ഇൻറ്റു വലിയ റേഷ്യോ. ആ ഫോർമുലയ്ക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വലിയ സംഖ്യ സമം HCF അഥവാ ഉസ്സാക ഇൻറ്റു വലിയ റേഷ്യോ. ഓക്കെ, ഉത്തരം വന്നു. അനീഷ അൻവരിയപ്പോ HCF എത്ര? 8. വലിയ റേഷ്യോ ഏതാ? 6. 5:6 6 വലിയ റേഷ്യോ. അപ്പൊ 6 × 8 48. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. നമുക്ക് ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഈ ഫോർമുല നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പഠിക്കണം. രേവതി പഠിത്തത്തിലേക്ക് പോവാല്ലേ? രണ്ട് പൂർണ്ണസംഖ്യകളുടെ തുക 72. താഴെ പറയുന്നവയിൽ ഇവയുടെ അനുപാതം അല്ലാത്തത് ഏത്? തന്നെ ചെയ്തു നോക്കി. നിങ്ങൾ ചെയ്തു നോക്കട്ടോ. ഒന്ന് വെള്ളം കുടിക്കട്ടെ, തൊണ്ട പ്രശ്നം. ഓക്കെ, ഉത്തരം കിട്ടിയോ? ഇവിടെ നോക്കാം. നമുക്ക് രണ്ട് പൂർണ്ണസംഖ്യകളുടെ തുക 72. താഴെ പറയുന്നവയിൽ അവയുടെ അനുപാതമല്ലാത്തത് ഏത്? നമുക്കിവിടെ ഒരു വഴിയുണ്ട്. നമ്മൾ ഈ രണ്ട് അനുപാതം തമ്മിൽ കൂട്ടുമോ അത് 72ന്റെ 72ന് അതുകൊണ്ട് 72 പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അൻവരി പറഞ്ഞത് ശരിയാണ്. 72 പൂർണ്ണമായി ഹരിക്കാമെങ്കിൽ അത് ഈ സംഖ്യകളുടെ അനുപാതമാണ്. അതായത് നിങ്ങൾ നോക്കാം, 5 + 7 = 12. 72/12 ചെയ്യാൻ പറ്റില്ലേ? 72/12 എത്രയാ? 6 വരും. 15 60 അല്ലെ? 5 ഒരു 12 കൂടി 72 ആയി. അടുത്ത സംഖ്യ നോക്കാം. 3 + 4 = 7. 72/7 കംപ്ലീറ്റ് ആയിട്ട് പോവാൻ പറ്റില്ല അല്ലെ? അപ്പൊ അത് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. അടുത്തത് ചെയ്ത് നോക്കാം. 3 + 5 = 8. 72/8 ചെയ്താൽ 9 × 8 72 അടുത്തത് ചെയ്യാം. 4 + 5 എന്ന് പറയുമ്പോൾ 9 72/9 ചെയ്താൽ 8 × 9 72 അല്ലെ? അപ്പൊ നമ്മൾ ഈ അനുപാതങ്ങളിലെല്ലാത്തിന്റെയും അനുപാതങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് 72 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. പറ്റാത്ത ഒരേ ഒരാളെ ഉള്ളൂ, 3:4. അപ്പൊ അനുപാതമല്ലാത്ത 3:4 ആണ് അല്ലെ? ഓക്കെ, അതായത് പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞത് ഡെസിമൽ അല്ല. അതുകൊണ്ട് നമുക്ക് 3:4 72നെ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന്റെ അനുപാതമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായ? കോൺസെപ്റ്റ് മനസ്സിലായ? ഷബി മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടയിൽ കുറെ നിങ്ങൾക്ക് ഇമോജികളൊക്കെ ഇടാൻ പറ്റും. നല്ലത് ഇട്ടുള്ളൂ കേട്ടോ. മനസ്സിലായി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തംസപ്പോ എന്തെങ്കിലുമൊക്കെ ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോ ഈ പ്രോബ്ലം ചെയ്ത് പാൻ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം ചെല്ലൊന്നും ഇടാത്തത് ഞാൻ വിചാരിക്കുന്നു അല്ലെ? കണക്ക് ചെയ്യും വേണം, പിന്നെ അത് ടൈപ്പ് ചെയ്യും വേണം അല്ലെ? എന്തൊരു ബുദ്ധിമുട്ടാണ്. പാന താഴെ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോട്ടെ. അടുത്തേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ, ഇതാ നല്ലൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്കൊക്കെ പറഞ്ഞ നല്ല ചോദ്യമാണ്. ഓക്കെ, എന്താണ്?
ഒരു ബാഗിൽ 216 രൂപ ചില്ലറയായി, ശ്രദ്ധിച്ചു വായിച്ചോട്ടാ, 216 രൂപ ചില്ലറയായി 1 രൂപ 50 പൈസ 25 പൈസ എന്നീ നാണയങ്ങളായി ഇട്ടിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സിൽ 1 രൂപയും 50 പൈസയും 25 പൈസയായിട്ട് ആകെ എത്ര രൂപയുണ്ട്? 216 രൂപ കിടക്കുന്നുണ്ട്. അവയുടെ എണ്ണത്തിന്റെ അംശബന്ധം 2:3:4 ആണ്. അങ്ങനെയായാൽ 50 പൈസ നാണയങ്ങൾ എത്ര? 50 പൈസ നാണയങ്ങൾ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കിയേ. അതായത് നമുക്ക് 1 രൂപയുണ്ട്, 0.50, 50 പൈസ ഉണ്ട്, 25 പൈസ. നമ്മുടെ പേഴ്സിൽ ഇപ്പൊ കാണാൻ പറ്റുന്ന സാധനമാണ് 25 പൈസ 50 പൈസ. ഇതിന് എണ്ണത്തിന്റെ അംശബന്ധമാണ് 2:3:4 അല്ലേ? ഇതിന് വേണമെങ്കിൽ ഓക്കെ, എണ്ണത്തിന്റെ അംശബന്ധം ആണ്. എനിക്ക് അംശബന്ധം വേണമെങ്കിൽ 2x 3x 4x എന്ന് എടുക്കാം. ചോദ്യം വായിച്ച് മനസ്സിലാക്കിയ ഞാൻ സൊല്യൂഷൻ പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ എത്ര എണ്ണമാണെന്ന് അറിയില്ല, എണ്ണത്തിന്റെ റേഷ്യോ ഉണ്ട്. അപ്പൊ നമുക്കിതിന്റെ മൂല്യത്തിന്റെ റേഷ്യോ കാണാൻ പറ്റും. അതായത് 1 രൂപ നാണയം അല്ലെ, 1 രൂപ നാണയം എന്ന് പറയുന്നത് 2x എണ്ണമാണുള്ളത് അല്ലെ. അതായത് 2x × 1 × 2x മനസ്സിലായ ഈസ് 2. ഇനി 0.50 അല്ലെ, 0.50 × 3x ഈസ് 2. 0.25 × 4x. അപ്പൊ എത്ര വന്നു? 2x ഈസ് 2. 0.50 × 3x എന്ന് വെച്ചാൽ എത്ര വരും? 1.5x അല്ലെ, 1.5 രൂപയല്ലേ 50 × 3 ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ് 2. ഇനി 25 പൈസയാണ് × 4 ചെയ്താൽ നമുക്ക് 1 വരും, 1x. ഇതെന്തിന്റെ റേഷ്യോ? മൂല്യത്തിന്റെ റേഷ്യോ. മനസ്സിലായ? ഇത് നമ്മുടെ കയ്യിലുള്ള നാണയങ്ങളുടെ മൂല്യത്തിന്റെ റേഷ്യോ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 50 പൈസ നാണയങ്ങൾ എത്രാന്ന് കണ്ടുപിടിക്കുന്നതിലേക്ക് എത്തണം. നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്കിതിൽ എക്സ് എത്രയാന്ന് കണ്ടുപിടിക്കാം. അതായത് നാണയങ്ങളുടെ എണ്ണം നമുക്കറിയാം 1.5x അല്ലെ. നമുക്ക് ഇതിന്റെ എക്സ് കണ്ടുപിടിക്കാം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇതിന്റെ ടോട്ടൽ എത്രയുണ്ടെന്ന് പറയുന്നുണ്ട്? 216 ഉണ്ട് അല്ലെ. അതായത് ഇവിടേക്ക് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോന്നും എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ 2x + 1.5x + 1x എന്ന് വെച്ചാൽ x = 216. മൂല്യത്തിന്റെ റേഷ്യോ ആണ് നമ്മൾ ഈ പറഞ്ഞ 2x ഉം 1.5x ഉം 1x ഉം അല്ലെ. ആകെ മൂല്യം എത്രയാന്ന് നമുക്കറിയാം, 216 അറിയാം. 2ഉം 1.5യും കൂടി കൂട്ടുമ്പോ 3.5, 3.5 ഒന്നും കൂടി കൂട്ടുമ്പോ 4.5. അതായത് 4.5x = 216 ആണെങ്കിൽ x = 216 / 45, അതായത് 4.5 അല്ലെ. ഡെസിമലുകളെ മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യും? 10 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതെങ്ങനെ വരും? 2160/45 എന്ന് വരും. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. വേണമെങ്കിൽ 5 കൊണ്ട് ചെയ്യാം. 9 അല്ലേ, 4 5 20, 3 5 15, 10 25 10, 9 കൊണ്ട് ചെയ്യാം. 4 9 36, എത്ര വരും? 4 36, 7 72, 8 9 72, 48. നിങ്ങൾ ആലോചിച്ച് നോക്കാം, എക്സ് = 48 വന്നു അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ 48 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 50 പൈസ നാണയങ്ങൾ എത്ര? 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഓക്കെ, ഇവിടെ എത്രയാണ്? 1.5x തന്നിട്ടുണ്ട് അല്ലെ. മൂല്യത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാ? 1.5 × 48 ചെയ്യാം. 1.5 × 48 ചെയ്യുമ്പോ നമുക്ക് എന്താ ഉത്തരം കിട്ടാ? ചെയ്തു നോക്കിയേ.
വരണേ സോറി 1.5 × 48 ചെയ്യുമ്പോൾ എത്ര വരാ? 72 കിട്ടും അല്ലേ? ഈ 72 എന്ന് പറയുന്നത് നമുക്ക് എണ്ണമാണ് കണ്ടുപിടിക്കണ്ടേ. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് നമ്മൾ മൂല്യത്തിന്റെ റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൂല്യമാണ് കിട്ടിയത്. അതായത് 50 പൈസയുടെ നാണയങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 72 രൂപയാണ് ഉള്ളത്. മനസ്സിലായ? 50 പൈസ നാണയങ്ങളുടെ 50 പൈസ നാണയങ്ങൾ നമ്മുടെ കയ്യിലുള്ള എല്ലാം കൂടി എടുത്ത് നമുക്ക് 72 രൂപയുണ്ട്. അപ്പൊ നാണയങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 72 രൂപ 50 പൈസ കൂട്ടി വെച്ച് 72 രൂപ ഉണ്ടാവണമെങ്കിൽ 144 നാണയങ്ങൾ വേണ്ടേ? 2 × 72 = 144. 144 നാണയങ്ങളാണ് നമുക്ക് ഉണ്ടാവാം. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? കൺഫ്യൂസ്ഡ്? ഒന്നുകൂടെ പറയണം. ഒരാൾ ക്ലിയർ ആയി, രണ്ടുപേർക്ക് ക്ലിയർ ആയി. ക്ലിയർ ആവാത്തൊരു നമ്മൾ ഇത്രയും ചെയ്തുള്ളൂ അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? ഈ ഇതിന്റെ മൂല്യത്തിന്റെ റേഷ്യോ കണ്ടതാണ് ഈ കണ്ടേ അല്ലെ? ഈ സംഖ്യകള് ഇൻറ്റു നമ്മുടെ നാണയങ്ങളുടെ എണ്ണം 2x 1.5x x. ആ മൂല്യത്തിന്റെ റേഷ്യോ ഉണ്ട്. മൂല്യം 216 അതിൽ നമ്മൾ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലെ? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 50 പൈസ നാണയങ്ങളുടെ എണ്ണാണ് കാണണ്ടേ. അപ്പൊ 50 പൈസ നാണയങ്ങളുടെ ആകെ മൂല്യം കണ്ടു അല്ലെ? 50 പൈസ നാണയങ്ങളുടെ ആകെ മൂല്യം, അതാണ് നമ്മളിവിടെ ആദ്യം കണ്ടത്. 50 പൈസ നാണയങ്ങളുടെ ആകെ എന്ത് കണ്ടു? മൂല്യം. 50 പൈസ നാണയങ്ങളുടെ മൂല്യം എത്ര കിട്ടി നമുക്ക്? 72 രൂപയുണ്ട് അല്ലെ? 72 രൂപയാണ് പറയണേ. 72 രൂപ 50 പൈസ നാണയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ 72 രൂപ ഉണ്ടാവണമെങ്കിൽ എത്ര 50 പൈസ നാണയം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം? 144 നാണയം ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ 72 രൂപ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. അതും കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എല്ലാ മോഡൽ പ്രോബ്ലംസും കഴിയും. യെസ്, ഇതുകൊണ്ട് ചെയ്തിട്ട് എക്സിറ്റ് അടിക്കണേ. 40 ലിറ്റർ ലായനിയിൽ അടങ്ങിയിട്ടുള്ള വൈനിന്റെയും ജലത്തിന്റെയും അംശബന്ധം 3:1 ആണ് കേട്ടാ. 40 ലിറ്റർ ലായനി ഉണ്ട് കേട്ടാ. 40 ലിറ്റർ ലായനിയിൽ അടങ്ങിയിട്ടുള്ള വൈനുണ്ട് ജലമുണ്ട് അല്ല, വൈനിലൊക്കെ വെള്ളം ഒഴിച്ചേക്കാം. വൈൻ ജലം അംശബന്ധം എത്രയാ? 3:1 ആണ്. എത്ര ലിറ്റർ വെള്ളം കൂടി ചേർത്താൽ വൈനിന്റെയും വെള്ളത്തിന്റെ അംശബന്ധം 5:2 ആകും? അതാണ് നമ്മുടെ ചോദ്യം. അതായത് വൈൻ എത്ര ഉണ്ടായ എത്ര തന്നെയാണ്, വെള്ളം എത്ര ചേർക്കും? വെള്ളം ചേർക്കുമ്പോ അംശബന്ധം മാറും. എങ്ങനെ കാണാം? ഈ 40 ലിറ്റർ ഉണ്ടാകുക വൈനും ജലം കൂടി. അപ്പൊ വൈനും ജലം എത്ര ലിറ്റർ വീതം ഉണ്ട്? വൈൻ എന്ന് പറയുമ്പോ എത്ര ലിറ്റർ വരണേ? വൈൻ എന്ന് പറയുമ്പോ നമ്മൾ 40 × 3/4 ചെയ്യുമ്പോ എത്ര വരണേ? 30 ലിറ്റർ. ജലം എത്രയായിരിക്കും? 10 ലിറ്റർ. അതായത് വൈൻ എന്ന് പറയുന്നത് 30 ലിറ്ററും ജലം എന്ന് പറയുന്നത് നിലവില് നമുക്ക് 1 ലിറ്ററും ആണ് അല്ലെ? അല്ല, 1 ലിറ്റർ അല്ല, 10 ലിറ്റർ. ഓക്കെ, അങ്ങനെയല്ലേ വരുന്നേ? നമ്മുടെ ചോദ്യം ഇതാണ്. അതായത് ഇതിന്റെ അംശബന്ധം 5:2 ആവണം. അതായത് ജലം എന്തോരം ചേർത്താലാണ് അംശബന്ധം 5:2 ആവണത്. ഇപ്പൊ നിലവിൽ 3:1 ഇരിക്കണേ. നമുക്ക് നോക്കാം. വൈനിന്റെയും ജലത്തിന്റെ അംശബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30/10 ആണ്. ഈ 10ന്റെ കൂടെ എത്രയോ ലിറ്റർ വെള്ളം ചേർക്കുമോ അത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. റേഷ്യോ എന്താവും? 5/2 ആയിട്ട് മാറും. മനസ്സിലായ? അതായത് നമ്മള് ഈ പറഞ്ഞ വൈനിന്റെയും ജലത്തിന്റെയും റേഷ്യോ 30/10 ആണ്. ആ 10ന്റെ കൂടെ എത്രയോ വെള്ളം ചേർക്കും, അത് x ലിറ്റർ വെള്ളം ചേർക്കുമ്പോൾ റേഷ്യോ 5/2 ആയിട്ട് മാറും. നമ്മൾ എന്ത് കാണണം? നമ്മളിവിടെ ഈക്വേഷൻ സോൾവ് ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 30 × 2 ചെയ്യുമ്പോൾ 60. ഇവിടെ 5 × 10 + x കാണാം. 60 =
50 പ്ലസ് എത്ര വരണേ 5x അല്ലേ? എത്ര വരും? 60 നിന്ന് 60 മൈനസ് 50 ഈക്വൽ ടു 5x. 60 മൈനസ് 50 എന്ന് പറയുന്നത് 10 ഈസ് ഈക്വൽ ടു 5x. x സമം 10/5 സമം 2. അതായത് 2 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ റേഷ്യോ 5:2 ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയാ? ക്ലിയർ? ഒന്നുകൂടി പറയണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതോടുകൂടി നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത് വേറെ മെത്തേഡിൽ മനക്കണക്ക് ചെയ്ത ആൾക്കാരുണ്ടോ? മാത്സിൽ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ക്ലാസ്സിലുണ്ടാവും. മാത്സ് പഠിച്ചത് കൊണ്ടോ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ടോ ഇതല്ലെങ്കിൽ മറ്റു രീതിയിൽ പഠിച്ചത് കൊണ്ടോ ഉള്ള ആൾക്കാർക്ക് ഈ പ്രോബ്ലം നോക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉത്തരം വരുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാത്തവർ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ മെത്തേഡിൽ കൂടെ പഠിക്കാം. ഓക്കെ, അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗുഡ് നൈറ്റ്.